ഹലോ, നമസ്കാരം. നമുക്കൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടല്ലേ? അത് സ്വാഭാവികമാണല്ലോ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ മുതിർന്നു വരുന്ന ഈ സമയം വരെ നമുക്ക് വളരെയധികം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. പക്ഷെ നമ്മൾ സ്വപ്നം കാണുന്ന എല്ലാം അതുപോലെ ഫലിക്കുമോ? അങ്ങനെയൊന്നും വരൂല. സ്വപ്നത്തിനനുസരിച്ചൊന്നും ജീവിക്കാൻ പറ്റൂല, അല്ലേ? അതിനൊരു കഥയിലൂടെ നമ്മളുടെ ആ മനസ്സിൻ്റെ സംതൃപ്തിയെക്കുറിച്ച് പറയാം. ഒരു ദിവസം നമ്മളെല്ലാ ദിവസവും പാല് കുടിക്കാറുണ്ട്, അല്ലേ? ഒരു ദിവസം നമുക്ക് അര ഗ്ലാസ് പാലേ കിട്ടിയോളൂ എന്ന് വെച്ചോളൂ. നമുക്ക് എന്നും ഒരു ഗ്ലാസ് നിറയെ പാല് വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അന്ന് അര ഗ്ലാസ്സേ കിട്ടിയുള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ എന്തോ ചെയ്യും? എന്നും കുടിക്കുന്നതല്ലേ പാല്, അതിൻ്റെ ഒരു അര ഗ്ലാസ് ആയാലും അത് സ്വാഭാവികമായിട്ട് കുറേ പേര് അങ്ങനെയാണ്, അതെടുത്തങ്ങ് കുടിച്ച് അടുത്ത കാര്യങ്ങളിലേക്ക് പോകും. ചിലരുണ്ട് ആ ഗ്ലാസിൻ്റെ നിറയാത്ത ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചു, ഇന്നെനിക്ക് കിട്ടിയില്ലല്ലോ, നിറച്ച് കിട്ടിയില്ലല്ലോ, ഇതെങ്ങനെ കുടിക്കും, എൻ്റെ വയറ് നിറയുമോ, ആഗ്രഹങ്ങൾ എനിക്കിന്ന് അതിനകത്തൊക്കെ എനർജി കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ച് അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന അമ്മയെ കുറച്ച് പരാതി. ഇന്ന് നിങ്ങളുടെ മറ്റേ മോനാ കൊടുത്തത് കൂടുതൽ, എനിക്ക് കുറച്ചേ തന്നോളൂ, അല്ലേ? അന്നേരം അമ്മ പറഞ്ഞു, മോനെ ഇന്ന് പാൽ അവർ കൊണ്ടുവന്നത് കുറച്ചാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. പക്ഷെ അവൻ ഇങ്ങനെ പരാതി പറഞ്ഞിരിക്കും. പിന്നെ ആദ്യത്തെ കുട്ടിയാണെങ്കിൽ അവൾ കുടിച്ച് അവളുടെ കാര്യം നോക്കി അവൾ സ്കൂളിൽ പോയി. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. നമ്മൾ കിട്ടിയതിൽ സംതൃപ്തി വെക്കാതെ കിട്ടാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് നടക്കും. ഇന്ന് എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ, എങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കും. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്നുമല്ല. അത് നമുക്കായിട്ട് ഇത്ര ഇന്ന് കിട്ടും, അതിന് ഇത്രയും നിശ്ചയമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, അതേ നടക്കുകയുള്ളൂ. അതനുസരിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ അതിൻ്റെ രീതിയിൽ കൊണ്ടുവന്നിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുക. ബായ്.